ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം പറയട്ടെ. അതായത് രാവിലെ തന്നെ ഇന്ന് ഷൂട്ടിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. കിച്ചണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പാർത്താസ് വരെ പോകണം, സാരി മേടിക്കുക. ലാസ്റ്റ് മിനിറ്റാണ് സാരി മേടിക്കുന്നത്. അങ്ങനെ ഇന്ന് സാരിയല്ല, ഇന്നത്തേക്ക് 2 എപ്പിസോഡിന് വേണം. പക്ഷെ പോകുമ്പോൾ എൻ്റെ സ്വഭാവമല്ലേ, കുറച്ച് കൂടുതൽ മേടിക്കും. അല്ലാണ്ടും വായിക്കും. നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയൊക്കെ മേടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യത്തെ കാര്യം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ ഡ്രസ്സ് മാറി പാർത്താസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റായിരിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പാർത്താസിലേക്ക് പോകാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഓട്ടോ ഈസ് വെയിറ്റിംഗ്. പാർത്താസ് എത്തി. ലിഫ്റ്റിൽ കയറാം അല്ലേ? അല്ല, മേളിലോട്ട്. പുറത്ത് ചൂട്. സോ നമ്മൾ നേരെ സാരി സെക്ഷനിലേക്കാണ്. നല്ല വ്യൂ അല്ലേ? ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് കാണാം. അല്ല, ഇതാണ് പുതിയ ഫ്ലൈ ഓവർ. നമ്മുടെ വീട്ടിൽ നിന്ന് എളുപ്പം വരാൻ പറ്റുന്നത്. ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. ഫസ്റ്റ് ഫ്ലോർ. ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ് കയറി. സുഖമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി? ഓക്കെ. പുതിയ സ്റ്റോക്കെല്ലാം വന്നിട്ടുണ്ടോ? ഉണ്ട്. രാവിലെ വന്നുകൊണ്ട് വലിയ തിരക്കുമില്ല. സുഖം. അതെ, കുറേ ദിവസമായി. ഇതിനെന്താ പറയുന്നത് ഈ മെറ്റീരിയൽ? ചുങ്കിടി പ്രിന്റ്. പക്ഷേ ഇത് ഏത് മെറ്റീരിയലാണെന്നാ പറഞ്ഞേ? ചെറിയ ആർട്ട് ടസർ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. സെമി സിൽക്ക് പോലെ ഇരിക്കും അല്ലേ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഫ്ലോയി ടൈപ്പാണ്. പക്ഷെ ബാന്തിനി പ്രിന്റ്. ബ്ലൗസ് ബ്ലൂ. ഏത് ബ്ലൂ? ഈ ബ്ലൂ ആണ് ബ്ലൗസ്. മുന്താണി പോലെ അല്ലേ? ഇത് പക്ഷേ വിലയും കുറവാണ്. ബിലോ 1000 ആണ്. എത്ര? 970. ഓ, അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ലത്. വെറുതെ നമുക്കൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ 1 ലെയറൊക്കെ ഇട്ട് പോകാനും ഇങ്ങനെ കാഷ്വൽ വെയർ. അതിൻ്റെ തന്നെ റെഡും. ഇത് ബത്തിക്കോ എന്താ പറയാൻ? പ്രിന്റ് ബാത്തിക് പ്രിന്റ്. അതിൻ്റെ തന്നെ ഗ്രേ ആൻഡ് റെഡ്. ചെറിയൊരു കസവിൻ്റെ ഒരു ഇതും കൂടി വരും. നല്ല കളേഴ്സ് കേട്ടോ. ഇത് 975. ഇതെല്ലാം 975 ആണ്. യെല്ലോ. വാവ്, നൈസ്. യെല്ലോ ഗ്രേ. നല്ല. സാധാരണ നമ്മളിത് കാണുന്നത് ഐദർ ലിനൻ അല്ലെങ്കിൽ കോട്ടൺ അല്ലേ? ഇതിപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു സിൽക്കി ടൈപ്പ്. ആർട്ട് ടസർ. അതെല്ലാം 975. ഓക്കെ. നോക്കാം. 1-2 മാറ്റാം എന്തായാലും. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. യെല്ലോ വിത്ത് വയലറ്റ്. പക്ഷേ അതിന് സൈഡ് ബോർഡർ ഇല്ല. അല്ല, ഇതില്ല. ഈ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നില്ല. പ്ലെയിൻ അല്ലേ? ബ്ലൗസ് ഈ മുന്താണിയുടെ കോൺട്രാസ്റ്റ്. ഈ ഒരു മുന്താണി കളർ ബ്ലൗസ്. നല്ല സാരി കേട്ടോ. ഇറ്റ്സ് നൈസ്. ഓ, അതേതാണ്? അത് വേറെ. ഇതുമൊക്കെ 975 തന്നെ. ഇത് ലിവാന്നാണ് അതിൻ്റെ പേര്. ലിവാന്ന ബ്രാൻഡ്. മറ്റേത് രണ്ടും കൂടിയുണ്ട്. ഇതിപ്പോൾ പ്ലെയിൻ ആണേ. സെയിം അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നൈസ്. നല്ല മഞ്ഞ. ഇതൊക്കെ 975 തന്നെ അല്ലേ? പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ബ്ലൗസ്? 750 രൂപയുള്ളൂ കേട്ടോ. നൈസ്. ഇതൊക്കെ സെയിം മെറ്റീരിയലാണ്. ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കും. ഒരു സെമി സിൽക്ക് പോലെ തോന്നും. ഇത് സെമി ട്രസർ. പിന്നെ എന്താ പറഞ്ഞാൽ ആർട്ട് ഉണ്ട്. ഭയങ്കര രസമാണ്. ഇത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ റെഡിമെയ്ഡ് ബ്ലൗസസും പ്രിൻറ്റഡ് ബ്ലൗസസും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അതിൻ്റെ കൂടെ നന്നായിട്ട് കയറി വരും. ഇതിൻ്റെ പ്ലെയിൻ കളേഴ്സാണ്. ഇത് ബ്ലൂ. ഇതെന്താ? ഗ്രേ, ബ്ലാക്ക്. നൈസ്. ബ്ലാക്ക്. ഇതെന്താ പറയുക? പിസ്ത ഗ്രീൻ അല്ല, പക്ഷേ അങ്ങനത്തെ സംതിങ് സിമിലർ. ഓക്കെ. ലിനൻ്റെ ഇങ്ങനെ പ്ലെയിൻ വിത്ത് ബോർഡർ. ലിനൻ മീൻസ് നോട്ട് പ്യുവർ ലിനൻ ബട്ട് സെമി. ഇതിനൊക്കെ എന്താ വില വരിക? 1200. അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ. ഓക്കെ. അതിങ്ങനെ വരുന്നത് നോക്കിയാൽ രണ്ട് സൈഡിലും ഉണ്ട് ഒരേപോലത്തെ ബോർഡർ. വീതി കുറഞ്ഞോ? ഒരു സൈഡിൽ വീതി കൂടുതലും ഒരു സൈഡിൽ വീതി കുറഞ്ഞതും. ഓ, നല്ലത് കേട്ടോ. ഗ്രീൻ നോക്കിയേ. വാവ്, നൈസ്. 1250. ഇതിന് ബ്ലൗസ് ഉണ്ടോ? റണ്ണിങ് ബ്ലൗസ്. അതായത് ഈ ഗ്രീൻ തന്നെ ആയിരിക്കും ബ്ലൗസ്. ഇതാ ബ്ലൗസിൻ്റെ ഭാഗം. ഓ, അതിൻ്റെ മെറൂൺ. നല്ലത് കേട്ടോ. നൈസ്. എല്ലാം നല്ലത് തന്നെ. നൈസ്.
1250 ഉള്ളൂ വിത്ത് ബ്ലൗസ്. ഇത് മാറ്റി വെച്ചോളൂ. ഇനി ഇതിൻ്റെ തന്നെ ഗോൾഡൻ ആണോ ഇത്? ഇത് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനും ഒക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റും. ഒരു നല്ല ഡാർക്ക് ഷെയ്ഡിലൊരു ബ്ലൗസായിട്ടൊക്കെ പെയർ ചെയ്യാം. ഇതിൻ്റെ ബോർഡർ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ വ്യത്യാസമുണ്ടോ? ഇത് ഗ്രേയും ഗോൾഡനും കൂടെയാണ് അല്ലേ? ഇതേതാ? ഇത് വേറെ? ഓ ഓക്കെ ഓക്കെ. എല്ലാം ഒരേ വില തന്നെ അല്ലേ? 1250. ഓ 140. ഓ 1140. മാറ്റി വെച്ചോളൂ. ഇതിൻ്റെ റെഡ്, ഓറഞ്ച് റെഡ്. ഇത് നല്ല കളറാണ്. വാവ്. ഓക്കെ, ഇത് കൊള്ളാം അല്ലേ? ഇത് നല്ലത് കേട്ടോ. 1175. ഇത് അതിൻ്റെ ഒരു പിങ്ക്, മെജന്ത പിങ്ക് പോലത്തെ. ഇത് ബോർഡർ ലെസ് ആയിട്ടുള്ള ടൈപ്പ്. ഇത് മുന്താണി മാത്രം കോട്ടൺ. ഇത് ലിനൻ സോഫ്റ്റ് കോട്ടൺ. അതിൽ തന്നെ ഈ ടൈപ്പ് മുന്താണി മാത്രമേ ഉള്ളൂ, ബാക്കി പ്ലെയിൻ ആണ്. എന്താ വില ഇത്? അത്രേ ഉള്ളൂ? ഓ അത് നല്ലത്. ഓ 470 ഉള്ളൂ കേട്ടോ. അതിന് നല്ല ബ്ലൗസ് ഉണ്ടാവോ? റണ്ണിങ് ബ്ലൗസ് ഗ്രീൻ. ഓക്കെ. ഗ്രീൻ, ഒലീവ് ഗ്രീന്, ടസൽസ് ഒക്കെ ഉണ്ട്. ഓ നൈസ്. മെറൂൺ, വയലറ്റ്. കൊള്ളാലോ, അടിപൊളി. പ്ലെയിൻ ആയിട്ട് വരും. മുന്താണിയിൽ മാത്രം ഇങ്ങനെ ഡിസൈൻ. ഇത് സോഫ്റ്റ് കോട്ടൺ 475 ഉള്ളി. അതും കൊള്ളാം കേട്ടോ, നല്ലത്. അത് വേണ്ട. 475 അത് അടിപൊളിയാണ്, നല്ല ബ്ലൗസ്. ഇതിന് അതെ ഇതിന് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. മാത്രമല്ല ഇതിന് ബ്ലൗസ് നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ റണ്ണിങ് എടുക്കാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഇടാം. നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ട് പോകാം. വാവ്, നൈസ്. അടിപൊളി കേട്ടോ, ഗംഭീരം. 475 ഉള്ളി. അത് ഭയങ്കര നല്ലത് കേട്ടോ. അതായത് പ്ലെയിൻ ആണ്, മുന്താണിയിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പല്ലുവിൽ മാത്രം ഇങ്ങനെ വരും. സോഫ്റ്റ് കോട്ടൺ. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നൈസ്. ഒരുപാട് കളർ സ്കീമുണ്ട് കേട്ടോ ഇതിൽ. ബ്ലാക്ക് ഉണ്ട്. എനിക്ക് ബ്ലാക്ക് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. 475 ഉള്ളി കേട്ടോ, നൈസ്. സോഫ്റ്റ് കോട്ടൺ. ഓക്കെ, ഇതെല്ലാം നമുക്ക് എടുക്കാം. ഇതിലും ബോഡി ഈസ് പ്ലെയിൻ, ബട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. ഏത് കളറിന് കോൺട്രാസ്റ്റ് അത് ഇടാം. ഇതിൽ മെജന്ത, പിങ്ക് ഒക്കെ ബ്ലൗസസ് ഒക്കെയാണ്. പിങ്കും ഈ മെറൂൺ, ഇത് രണ്ടും നമുക്കതിലേക്ക് മാറ്റാം. ഇതെല്ലാം 705 ഉള്ളി. പിന്നപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൽ എത്ര കളേഴ്സാണ്? ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ മേടിച്ചാൽ. ഈ ടൈപ്പ് വേണ്ട കേട്ടോ, പുതിയ ടൈപ്പ് മതി. 705 ഒരു കോപ്പറിഷ് ബോർഡർ വരും. ഇത് പിന്നപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരിയാണ്. നമ്മുടെ മാജിക് ഓവിന് പറ്റിയ സാരിയാണ്. കോട്ടയോ? കോട്ട മിക്സ്. ഓക്കെ. എന്താ വില ഇത്? ഓ നല്ല ഭംഗിയല്ലേ. ദിസ് ഈസ് കോട്ട മിക്സോ? ഓ ലൈറ്റ് വെയ്റ്റ്. ഓ ഇത് ബൂട്ടാസൊക്കെ ആയിട്ട് എന്നിട്ട് പട്ട് സാരി കൊടുക്കുന്ന പോലെ കൊടുക്കുക. ഇത് 1000 ലൈറ്റ് വെയ്റ്റ്. 1290. അത് 1300 എന്ന് പറയാം. 1290. പട്ട് പോലെ. ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണല്ലേ? കോഫി ബ്രൗൺ ആണോന്ന് ചോദിച്ചാൽ അല്ല, ബ്രൗണും മെറൂണും കൂടെ ഒരു മിക്സ്. പിന്നെ റെഡ്, ബ്ലൂ ഉണ്ട്. പിന്നെ ബോർഡർ വ്യത്യാസമുണ്ട്. അത് നല്ല വീതി. ഇതിൽ വീതി കുറച്ചുണ്ട്, കുറവാണ്, കമ്മി. ബോർഡർ വീതിയുള്ളത് ആ റെഡാണ്. നൈസല്ലേ? പല കളേഴ്സ് ഉണ്ട്. 1300 ഉള്ളൂ. 960 ഉള്ളി. ഇറ്റ്സ് വെരി നൈസ് സാരി. ബ്ലൗസ് ഏതാ? ബ്ലൗസ് ഇതെന്താ മെറ്റീരിയലാണെന്ന് പറഞ്ഞേ? വളരെ സോഫ്റ്റ് സെമി ജൂട്ട്. ഓക്കെ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. എന്താ വില പറഞ്ഞേ? ഇത് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സാരി അല്ലേ? ബ്ലൂ. ഇതെൻ്റെ മുന്താണി. ഇപ്പോൾ യെല്ലോ കാണിച്ചു. ബ്ലൂ. ഇത് രണ്ടും നല്ല കളർ. പിന്നെ എൻ്റെ പിങ്ക് ഉണ്ട്, പീച്ച്. പീച്ച് ഇസ് ഓൾസോ നൈസ്. ഓക്കെ. ഇത് കൊള്ളാം അല്ലേ? പിങ്ക് നല്ലൊരു സോഫ്റ്റ്. ഇത് 960 ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് കൊള്ളാം, നൈസ് സോഫ്റ്റ്. 960 കൊള്ളാം, നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ.
നല്ല ഇതാണ് മറു സൈഡും ഇല്ലല്ലോ, രണ്ട് സൈഡും ഓക്കെ അല്ലേ? കാര്യം ഈ നമ്മൾ അതായത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടേ നമ്മളിങ്ങനെ ഇടുമ്പോൾ മറു സൈഡ് കുഴപ്പമാണെങ്കിൽ ബോറായിരിക്കും. ഇതാണ് എനിക്ക് ഇഷ്ടമായത്, ഒരു സോഫ്റ്റ്. ഇതൊന്ന് മാറ്റി 870 ലിനൻ്റെ മിക്സാണ്. ചെറിയൊരു 860 ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് 865. ഞാൻ പക്ഷെ ഇങ്ങനത്തെ കളർ കുറവാണ് ഉപയോഗിക്കുന്നത്. എനിക്കെപ്പോഴും ബ്രൈറ്റ് ഷെയ്ഡ്സിൻ്റെ ആളാണ്. ആ ഇതിങ്ങനത്തെ എന്നാലും കാണണമല്ലോ 860. ഇത് 1 ലെയർ സോഫ്റ്റാണ് കേട്ടോ. ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ള ലിനൻ്റെ ഒരു മെറ്റീരിയലാണ്. ദിസ് ഈസ് മിക്സ് ഓഫ് സംതിങ് എൽസ്. ലിനനിൽ മിക്സ് അതെങ്ങനെ വരും? ഓക്കെ നൈസ് കേട്ടോ. എല്ലാം 785. ഇത് 785 785 എന്ന് കാണിക്കുന്നു. ഓക്കെ എൻ്റെ മുന്താണി ഇത് എങ്ങനെ വരും? ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ? അയ്യോ അത് കൊള്ളാലോ, പുതിയൊരു സാധനം. മൾട്ടി കളർ ടിഷ്യൂ സാരി 960. ഭയങ്കര വീതിയാണ് ഒരു സൈഡ്. ഏത് കളർ ഏത് ബ്ലൗസിൻ്റെ കൂടെ അറിയില്ല, വീതി കൂടുതലാണ്. അതുകൊണ്ട് 3700. എന്തിൻ്റെയാണ്? 2000 സംതിങ്ങോ 3-നകത്ത്. ഇത് മറ്റേ എന്ത് മെറ്റീരിയലാണ് ഇത്? ടിഷ്യൂ. ആ ഓക്കെ, ടൈപ്പ് ഓഫ് ടിഷ്യൂ. അതിൻ്റെ പല കളേഴ്സ് കോമ്പിനേഷൻസ്. ഇതൊക്കെ 2000-3000 ഇടയ്ക്ക്. 3700. ഇത് കുറച്ച് കൂടിയ ടിഷ്യൂ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 5000 റുപ്പീസിൻ്റെ ലുക്കുണ്ട്. ഇതൊരു ടിഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ടിഷ്യൂ ആണ്, ബട്ട് ഫങ്ഷനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ടിഷ്യൂസ്. അതിൻ്റെ ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് ഉണ്ട് അവർക്ക്. 610 രൂപയേ ഉള്ളൂ. ഇതാണ് സംഭവം. പുറത്ത് പറയുമ്പോൾ 6000 പറയണം. ബ്രൊക്കേഡ് ബ്ലൗസ് വിത്ത് 630 600 എത്ര പറഞ്ഞു? 610 ഉള്ളൂ. അടിപൊളിയല്ലേ, നന്നായിരിക്കുന്നു. പക്ഷേ സംഭവം കൊള്ളാം. ഇത് അതിൻ്റെ ബ്ലൗസ് എന്ത് ചെയ്യേ? ഇതാണ് ബ്ലൗസ്. ബ്രോക്കേഡ് ടൈപ്പ് ബ്ലൗസ് 610 ഉള്ളി. ദിസ് ഇസ് എ നല്ലൊരു വെറൈറ്റി. അതിൻ്റെ തന്നെ ഇത് 610 തന്നെ ഇതാ സെൽഫ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല ഗോൾഡൻ ടിഷ്യൂ സാരി പോലെ. നമുക്കിപ്പോൾ ഒരു ദിവസത്തെ വേറെ ആണെങ്കിൽ പോലും ഇത് നല്ലത്. 610 രൂപയുടെ കേസല്ലേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൊടുത്തിട്ട് മാറ്റി വെക്കാനും പറ്റും. ഇത് കൊള്ളാം. നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇട്ടാൽ മതി. ബ്രൊക്കേഡ് ബ്ലൗസ് അടിപൊളി. ഓക്കെ സോ നൈസ്. അയ്യോ ഇതെനിക്കിഷ്ടമായി കേട്ടോ അതിനെക്കാട്ടിലും. പക്ഷെ അത് പിന്നാണ് നല്ലത്. പിൻ ചെയ്ത് വെക്കണം. കാര്യം 2 സൈഡുണ്ട്. ഇത് മറ്റേ നൂല് കാണാം. ഇതെന്താണ്? ഏത് മെറ്റീരിയൽ ഇത്? ആർട്ടിൻ്റെ ചന്തേരി. ആർട്ട് ചന്തേരി. ഇത് കോൺട്രാസ്റ്റ്. കാണിച്ചു. ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഓ നൈസ്. ആർട്ട് ചന്തേരിയാണല്ലേ. ഇതിന് എങ്ങനെ 2 സൈഡുണ്ടോ നോക്കട്ടെ. നമുക്കിങ്ങനെ മടക്കി ഇടാൻ പറ്റുന്നതാണോ എന്ന് അറിയാൻ. ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇൻസൈഡ് ഔട്ട് സൈഡ് വലിയ ബുദ്ധിമുട്ട് വ്യത്യാസമില്ല. 870. ഇതിൻ്റെ ഇത് പറയില്ല, വില ആരുടെ അടുത്ത് പറയരുത്, അത്ര നല്ല ലാഭം. എന്താ ഇത്? ചന്തേരിയുടെ ആർട്ട് ചന്തേരി. ഓ എന്തൊക്കെ വെറൈറ്റീസ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഓ ഗ്രീൻ. ഇതിന് ബ്ലൗസ് എപ്പോഴും കോൺട്രാസ്റ്റ് ആണ്. പിങ്ക് ആയിരിക്കും ബ്ലൗസ്. പച്ച. ഓ നൈസ് നൈസ്. പിങ്ക് ആൻഡ് ബ്ലൂ. അത് മാറ്റിക്കോ. ഇത് മാറ്റിക്കോ. എനിക്ക് ആ വയലറ്റ് ഇഷ്ടമായി. എൻ്റെ ദൈവം, എൻ്റെ കാശല്ലേ പറ്റി. കണ്ടാൽ വലിയ കുഴപ്പമാണ് സാരീസ് കാണുമ്പോൾ. അതെ ദൂരെ നോക്കിയാൽ പട്ട് കാഞ്ചി പോലെയാണ്. അടിപൊളി. പക്ഷേ ഈ സാരി നൈസ്. അതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്. ഓക്കെ വേറെ അതിൻ്റെ ഏതാ കളേഴ്സ് ഇനിയുള്ള? ഗ്രീനും ഇതായിരിക്കും എൻ്റെ ബ്ലൗസ്. പിങ്ക്. അതും നല്ല ഭംഗിയുണ്ട്. ഒരു പർട്ടിക്കുലർ വേറെ ടൈപ്പ് ഓഫ് ഗ്രീൻ ആണേ, അല്ലാതെ നോർമൽ ഗ്രീൻ അല്ല. ഒരു പിസ്റ്റ ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഇത് ബ്ലൗസാണ്. ബ്ലൗസ് പല്ലു ഇത്. ഓക്കെ ഇത് നൈസ്. ഇത് നൈസ്. അതിൻ്റെ തന്നെ വിലയ്ക്ക് നല്ലതാണ്. 9 സംതിങ്. എത്ര? 9. ഓക്കെ 870. അത്രേ ഉള്ളൂ. സോറി 870 ഉള്ളി. അതായത് നോക്കിയേ, ഇതൊരു പ്രത്യേക ബ്ലൂ വിത്ത് ഈ ഒരു ഓറഞ്ച്. ബേൺഡ് ഓറഞ്ച് ആണോ? പീകോക്ക്.
ഓക്കെ നൈസ് നൈസ് നൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ എടുത്ത് മാറ്റിയത്? അത് മാറ്റി. ഓക്കെ കണ്ടു. ഇത് ബ്ലൗസായിട്ട് വരും. ദിസ് ഇസ് ദ ബോഡി. ഗ്രേ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് അതാണ് അതന്നെ. ഇത് ഗ്രേ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. പക്ഷേ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട് ആ ഗ്രേ ആണെങ്കിൽ. ഇത് അതിൻ്റെ ബ്ലൗസ്. നൈസ്. എല്ലാം 800 സംതിങ്ങേ ഉള്ളൂ. 87 കോൺട്രാസ്റ്റ്. ഓക്കെ ഇത് ബ്ലൗസ് ഈ കളർ ഇടണം. ഇതിൻ്റെ ഉണ്ട് ഇതിനകത്ത് തന്നെ ബ്ലൗസ്. ഓക്കെ എന്നാൽ ഇത് മാറ്റിക്കോ. ഓക്കെ അപ്പോഴേ എനിക്ക് മാജിക്കോവിന് വേണ്ടി സാരി എടുക്കാനാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നപ്പ് ചെയ്യാനുള്ള സാരിയും വേണം. കോട്ടൺ, പ്ലെയിൻ കോട്ടൺ. കോട്ട സാരീസൊക്കെ വിലയുണ്ട് കേട്ടോ. 2000 ആ പല റേറ്റിലുണ്ട്. 965 ഉണ്ട്, 2000 ഉണ്ട്, 1000, 1200, 900, 950. കോട്ട സാരീസ് എനിക്ക് ഇഷ്ടമാണ്. കോട്ട സാരീസ് കോട്ട സാരീസാണ് പല ടൈപ്പ്. അതേ നോക്കിക്കോളൂ. ഇതെന്താ വില നോക്കട്ടെ. ഇല്ല പല റേറ്റിനുണ്ട് ഇവിടെ. ഇത് 575 ഉള്ളൂ. അത് ഭയങ്കര ലാഭം. 507. പക്ഷേ ഇതൊരു ചെറിയ മിക്സ് വല്ലാണോ? 575 പച്ച. ഓ വെരി ഗുഡ്. ദിസ് ഇസ് നൈസ്. 575. പിന്നെ അതുപോലെ ഇത് കണ്ടോ. ഇത് ഞാൻ യൂഷ്വലി എടുക്കുന്ന ടൈപ്പല്ല, പക്ഷേ കളറ് നൈസ്. ഇത് 9 എന്തോ ആണ്. ശരി ഇതിനും ബ്ലൗസ് ഉണ്ട് അല്ലേ? യാ വിത്ത് ബ്ലൗസാണ്. ഉണ്ട് കോൺട്രാസ്റ്റ് അല്ല ഇങ്ങനെ പ്രിന്റ്. ആ ബോർഡർ കോൺട്രാസ്റ്റ്. ബ്ലൗസ് ഇത് പ്രിന്റഡ് ബ്ലൗസ്. ഇത് 900 950 അങ്ങനെ എന്തോ. ഇതിന് കുറച്ചുകൂടെ വിലയുണ്ട്. അല്ല ഇത് 575. അതേ വില തന്നെ ഉള്ളൂ. 575 ആ 575 കൊള്ളാലോ. സിമ്പിൾ കേട്ടോ. ഇതിനും ബ്ലൗസ് ഉണ്ടോ? ഇതെല്ലാം കോട്ടൺ സാരി. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ദേ അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഈ പ്രിൻ്റാണ്. ഇത് ബ്ലൗസിനൊന്നും തികയത്തില്ല. അത് വേറെ കാര്യം. അത് വേറെ മേടിച്ച് തയ്ച്ചാൽ മതി. പക്ഷേ ഇതിന് നല്ല നൈസ് കളർ കോമ്പോ. ഇതെടുത്തോളൂ. ഇത് വേണം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒറ്റ ബുദ്ധിമുട്ടാണ്. നിൽക്കോ. ഇതും ദിസ് അഗെയിൻ ഇസ് നൈസ്. ഒരു ഒലിവ് ഗ്രീൻ പാറ്റേൺ. ഇതിന് വേറെ ബ്ലൗസ് എടുക്കണം. ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലൗസ്. 575 ആട്ടോ ഇതൊക്കെ. ഓക്കെ ഇതെല്ലാം കോട്ട സാരീസാണ്. നല്ല റേഞ്ചിനുണ്ട്. ഇതൊക്കെ എനിക്കൊണ്ട് 575 ആണെന്ന് തോന്നുന്നു. ആ 575. ആ പിന്നെ ഇച്ചിരി വില കൂടിയത് ഞാൻ ഒരെണ്ണം കണ്ടിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത് ഏതാണെന്ന്. ബ്ലാക്ക് കോട്ട. ഇത് 980. ഇതെല്ലാം കോട്ട സാരീസാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡ്സ്. വേണ്ട വേണ്ട ഞാൻ ചുമ്മാ കണ്ടതുകൊണ്ട് ചോദിച്ചൊന്നുമില്ല. ഇതൊക്കെ 965 റേഞ്ചാണ്. കുറച്ചൊരു കസവിൻ്റെ വരയൊക്കെ ആയിട്ട്. ഇത് 575 ഗ്രൂപ്പിൽ വരും. ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ആ ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വില കൂടുതലാണെന്ന്. ഓക്കെ ദിസ് കംസ് ടു 1995. നോക്കിയാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. കുറച്ച് ഇല്ല ഇത് നല്ല തിന്നാണ്. നല്ല എന്നാൽ പക്ഷേ തീരെ സീത്രൂ അല്ല ഇത്. പക്ഷേ വിലയുണ്ട് 1995. പക്ഷേ ബ്യൂട്ടിഫുൾ സാരി ഇത് കേട്ടോ. കോട്ടയാണ്. അതും 1250. അതും അങ്ങനത്തെ ഒരു സംഭവം മതി. നമ്മൾ എടുത്തല്ലോ. ഇത് ഗ്രീനുണ്ട്. ഇതെല്ലാം വില കുറവായിരിക്കണം. ആ ഇത് 983 ഒരു ഗ്രീൻ കോട്ടയാണ്. ഇതെല്ലാം കോട്ട. ഇതിൻ്റെ തന്നെ നല്ലൊരു പേസ്റ്റൽ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ. കോട്ടയിൽ തന്നെ. ദിസ് ഇസ് 965 ആണ്. അതും നല്ലത്. ഓക്കെ 575 ആണ്. അത് വൈറ്റിഷ് 575. നല്ലൊരു കോൺട്രാസ്റ്റ്. ഓക്കെ ഇതും കൂടെ എടുത്തോളൂ. ഓക്കെ ബ്ലൂവിൻ്റെ. ഇതിനെന്താ പറയുന്നത്? ഇത് സോഫ്റ്റ് കോട്ടൺ അല്ലേ? കലംകാരിയുടെ സോഫ്റ്റ് കോട്ടൺ പുത്തൻ പ്രിന്റ്. ഇതൊക്കെ 1500 സംതിങ് ആയിരുന്നു. ഇപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 300 റുപ്പീസ് കുറയും അല്ലേ? ഒരു 1200 കുറയുള്ളൂ. 1395. ഓക്കെ 600 സംതിങ്ങേ ഉള്ളൂ. രസമുണ്ട്. ഇതെന്താ പറയുക? മാൽഗുഡി സിൽക്കോ? ഇതോ? ഓ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 645 രൂപയാണ് ഇതിൻ്റെ വില. ഓക്കെ നൈസ്. ദാറ്റ്സ് എ നൈസ് സാരി. 520. ഇതെന്താണ്? ലിനനോ? ബ്ലൗസ് ഭയങ്കര പ്രിന്റഡ് ബ്യൂട്ടിഫുൾ. ഓ ഇതാണ് എൻ്റെ ബ്ലൗസ്. ഫ്ലോറൽ ഡിസൈൻ. 3 ഡിഫറെൻറ്റ് കളേഴ്സ്. യെല്ലോ. ഇത് ലിനൻ. നോട്ട് പ്യുവർ ലിനൻ. അല്ല ഈ വിലയ്ക്ക് കിട്ടില്ലല്ലോ. എങ്കിലും ഒരു 520 ഉള്ളി. നല്ല പ്രിന്റഡ് ബ്ലൗസും.
അയ്യോ ഞാൻ ചുമ്മാ പക്ഷേ നല്ല സാരി. ഈ വിലയ്ക്ക് ഇത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, പ്രിന്റഡ് ബ്ലൗസിൻ്റെ കൂടെ ആ ബ്ലൗസ് ഒന്ന് കാണിച്ചെന്നേ. ബ്ലൗസ് ഇങ്ങനെ. ഓ നൈസ്. ഇതാണ് ബ്ലൗസ്. സൂപ്പർ സാരി. നൈസ്. ഇതിൻ്റെ തന്നെ യെല്ലോയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, എന്ത് വില പറഞ്ഞു? 640. നൈസ്. ഓർജിറ്റ് സാരീസ് എന്താ വില? 775. ഓക്കെ, ഒരെണ്ണം കാണിക്കാവേ. എൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഇത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തോന്നുന്നതാണ്, ഇതിങ്ങനെ ഒഴുകി കിടക്കും. ഫ്ലോയി ടൈപ്പ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പാണ് ഇതെല്ലാം. ഓ നൈസ് കേട്ടോ. ഇതെങ്ങനെ കിടക്കുന്നത്? ഞാൻ ഇങ്ങനത്തെ സാരിയല്ലേ എടുക്കുന്നത്, എനിക്കിഷ്ടമാണ്. വാ, ഇതെല്ലാം അടിപൊളി അല്ലേ. ഇതൊക്കെ എത്രയെന്ന് പറഞ്ഞാൽ 600. ഇതിപ്പോൾ ഇച്ചിരി 15% ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നു. 600 ആവും. എത്രയാവുന്ന ഇത്? 6 സംതിങ് ആവും. നൈസ് നൈസ് നൈസ്. ഐ ലൈക്ക് ഇറ്റ്. ബ്ലൂ വേണം, ഇത് വേണം, ഇതും ബ്ലൂ, ഇത് ബ്ലൂ, ഇത് ബ്ലൂ. ഓക്കെ, ഇത് അതിൻ്റെ തന്നെ പീച്ച്, അതിൻ്റെ പിങ്ക്. ഇതെടുത്തില്ല, അതെടുത്തു. ഹൈലൈറ്റ് എല്ലാം കുളമാക്കിയിട്ടാണ് പോകുന്നത്. ഇത് മടക്കി കഷ്ടപ്പെടും. അയ്യോ പാവം. പല്ലു. ഓ ഓക്കെ, ജസ്റ്റ് ദ പല്ലു പാർട്ട് ത്രൂ ഔട്ട്. ഓക്കെ, ബ്ലൗസ് ഉണ്ടോ ഇതിനകത്ത് എക്സ്ട്രാ? ഇതേ തന്നെ ചെക്സ് കിട്ടും അല്ലല്ലേ? സെയിം ബ്ലൗസ് ഉണ്ടോ? എത്ര മീറ്റർ? 6.5. ആ പ്രിന്റ് തീരുന്നിടത്ത്. ഓക്കെ ഓക്കെ, ഇത് ബ്ലൗസ്. ഓക്കെ, പ്രിന്റ്. നൈസ്. എൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ, 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ചുങ്കിടി പ്യുവർ കോട്ടൺ. ഇത് എത്ര വില? 850. ഓക്കെ, ആ ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ, ചുങ്കിടി കോട്ടൺ. അല്ല, എനിക്കിതുപോലത്തെ കുറേ ഉണ്ട്. ഞാൻ പറയുമായിരുന്നു ഇങ്ങനത്തെ കോട്ടണില്ലേ കൊടുക്കുന്നത്. ഇപ്പം അങ്ങനത്തെ കിട്ടുന്നില്ല, അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഇതെന്താ സ്റ്റഫ്? ഹലോ, എവിടെ താമസിക്കുന്നു? മണക്കാട്. ഓക്കെ, കഴിഞ്ഞോ പർച്ചേസ്? ഇത് ആക്ച്വലി ചുങ്കിടി പ്യുവർ കോട്ടൺ അത്യാവശ്യം വിലയുണ്ട്. 850 ആണ്. ഇത് നല്ലൊരു കളറ്. ഇതെടുത്തോളൂ ഒരെണ്ണം. കളർ ഇസ് നൈസ്. ആൻഡ് ഇത് നല്ല കളറാണ്. 530. നല്ല, ഇത് നല്ല പിങ്ക്. ഇത് കൊള്ളാം. ഇത് പിൻ ചെയ്യാൻ പറ്റും. ഇതെടുത്തേ. ഇത് നോക്കൂ, ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ചുങ്കടി ഗ്രീൻ. മാജിക് ഓന് വേണ്ടി പറ്റിയതാണ്. ഇത് നല്ലത്. ഇത് നൈസ്. ഇത് നൈസ്. ഇത് രണ്ടും എടുക്കാം കേട്ടോ. ഇതിൻ്റെ വില 625. ഇതും അത് ഏതാണ്ട് ആ സെയിം റേഞ്ചാണ്. ബ്ലൗസ് ഉണ്ട് ഏകദേശം 530. ഓക്കെ, ഇതാ പിങ്ക് ബ്ലൗസ് ഇടാം. ചെന്ന് പിടിക്കുന്നത് നല്ലതായിരിക്കും ഭാഗ്യത്തിന്. ഇത് ആക്ച്വലി നല്ലതാണ്, പക്ഷേ ഇതിന് ബ്ലൗസ് ഇല്ലയെന്ന് തോന്നുന്നു. മൈ സാരീസ്. ഇതൊന്ന്, 2, ഇത് 2. നമ്മുടെ മാജിക് ഓന് വേണ്ടി ഇന്നത്തെ ആവശ്യം. ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്നു ഇതും കൂടി അല്ലേ? ചുങ്കടി. ഇത് വേണോ? അത് വേണോ നമുക്ക് രണ്ടാം നോക്കാം. ഇത് 3 ഇവിടെ ഇരിക്കട്ടെ. ദാറ്റ് ഈസ് ടു ബി ഡിസൈഡഡ്. ഇത് ഇനി തീരുമാനിക്കാനൊന്നുമില്ല. ഇത് 3 എടുക്കുന്നു. 3 കളേഴ്സ്. ഇതും എടുക്കുന്നു ഫൈനൽ. ഇന്ന് കോട്ടയുടേത് 1, 2. ഓക്കെയാണ്. ഇത് 3. ഇതെല്ലാം എടുക്കുന്നു. ഓക്കെ, ഈ കാറ്റഗറിയിൽ നമ്മൾ 2 എണ്ണം എടുത്തു. ഓക്കെ, നൈസ് കളേഴ്സ്. പിങ്ക് ആൻഡ് ഇത് ഒരു വയലറ്റ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇതെടുത്തോളൂ. ആൻഡ് ഇതിൽ നമ്മൾ ഒരു പിങ്കിൻ്റെ ഷെയ്ഡും എടുത്തു. പിന്നെ ഇതെടുത്തു, ഒരു പ്ലെയിനും എടുത്തു. ഇത് പ്ലെയിൻ അല്ലേ? അല്ലല്ല, ഗോൾഡ്. ഇത് റെഡ്. റെഡ് അല്ലേ? ഇതെല്ലാം ഒരേ കാറ്റഗറിയാണോ? അത് വേറെ. ഇത് വേണ്ട. ഓക്കെ, വിൽ ഗോ ഫോർ റെഡ് ആൻഡ് പിങ്ക്. ഇത് 2 എണ്ണം എടുക്കാം. ഇത് ടൈപ്പ് 1 എണ്ണം എടുത്തിട്ടുള്ളൂ. അതെ, 1. പിന്നെ വരുന്നത് ഇത് പ്ലെയിനിൽ മുന്താണി മാത്രം വരുന്നതിൽ വില കുറവാണ്. 4 സംതിങ്. അത് 1 എണ്ണം എടുത്തു. പിന്നെ ഇതെന്തായിരുന്നു? ഇതും പ്ലെയിൻ അല്ലേ? പ്ലെയിൻ. അത് പ്ലെയിൻ സിമ്പിൾ. ഇത് വേണ്ട, ഗ്രേ വേണ്ട. പിന്നെ ഒരു ബ്ലാക്ക് എടുത്തു.
പിന്നെ ഇതിൽ നമ്മൾ പ്ലെയിനാണ്, പ്ലെയിനത്ത് കോൺട്രാസ്റ്റ് ബോർഡർ. അതിലിപ്പോൾ ഒരു റെഡ് ആൻഡ് ഗ്രേയും ഈ ഒരു യെല്ലോ. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു യെല്ലോ കളറാണ്. എനിക്ക് എത്ര റെഡ് ഉണ്ടെന്ന് അറിയാമോ? എന്നാൽ വെയ്റ്റ്ലെസ്. എന്താ വില ഇത്? 1790. ഓക്കെ. ഇത് പിന്നെ ഗോൾഡൻ ഒരെണ്ണം വേണം തോന്നി, അതൊരെണ്ണം എടുത്തു. ഇതൊന്നും വേണ്ട, ഇത് രണ്ടും മാറ്റാം. ഓക്കെ. പിങ്ക് ഞാൻ എടുത്തു, കൊള്ളാം. പക്ഷെ ഞാൻ ഉടുക്കൂലേ എന്നുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, ശരി. ഓക്കെ, അതും കൂടി എടുത്തു. ഞാനിവിടെ വല്ലപ്പോഴും കുറേ നാളായി കണ്ടിട്ടെന്ന് പറയും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കുറേ മേടിച്ചിട്ട് പോലും. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇഷ്ടം പോലെ. സമയമില്ല നോക്കിക്കൊണ്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നോക്കായിരുന്നു. 27 സാരിയോ? ഓ, 27 സാരി. ഓക്കെ. ഷോപ്പ് ചെയ്ത് വെള്ളം കുടിച്ചു. ഒരുപാടുണ്ട് കേട്ടോ, കുറച്ച് ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പർപ്പസിലൊക്കെ വന്നാൽ വലിയ തിരക്കില്ലാണ്ട് നമുക്ക് രാവിലെ വന്നാലും ഷോപ്പ് ചെയ്തിട്ടോ. ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസും കൂടി എടുത്തു. ഇപ്പോൾ 4 സ്ട്രെച്ചിങ് ടൈപ്പ്. ഈ ടൈപ്പ് സ്ട്രെച്ചബിൾ ലോങ് സ്ലീവ്, കുറച്ച് എൽബോ സ്ലീവ്. എൽബോ വൃത്തിയാടാവോ? ഇല്ല. നമ്മുടെ ഒരു പ്യുവർ സിൽക്ക് നമ്മൾ സ്ഥിരം എടുക്കുന്ന പാറ്റേണാണ്. ഇതൊരെണ്ണം എടുത്തു. ഇത് ഇപ്പോൾ എൻ്റെ ഡിസ്കൗണ്ട് ഒരു 2000 റുപ്പീസ് കിട്ടിയതിനെ നമ്മൾ മുതലാക്കുന്നു. ഇതിന്ന് കുറയ്ക്കും. അപ്പോൾ ഇതിന് വീണ്ടും കിട്ടുമോ? ഇത് ആക്ച്വലി 7000 അടുത്തുണ്ട്. 6000 എത്രയാണ് വില? 6725. ഇതുപോലത്തെ ഒരുപാട് സാരീസ് എനിക്കുണ്ട്. ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണിത്. 6070. അതിൽ 2000 കുറയും ഇപ്പം എൻ്റെ ഡിസ്കൗണ്ട് വൗച്ചർ വെച്ചിട്ട്. ഇതിൽ കാണുന്ന കളറ് വീഡിയോയിലൊക്കെ ഇതൊരു റോയൽ ബ്ലൂ ബോർഡറും ഒരു മസ്റ്റേർഡ് യെല്ലോ, ഒരു ഗോൾഡൻ എന്ന് തന്നെ പറയാം. ഓക്കെ, ബ്യൂട്ടിഫുൾ സാരി. ഒരു കെട്ട് സാരിയായിട്ട് തിരിച്ചു പോകണം, അത് തന്നെ പരിപാടി. സാരിക്കടയിൽ കയറിയാൽ പിന്നെ കണ്ണും ഇല്ല. ഞാൻ കുറേ നാൾ കഴിഞ്ഞേ വരുള്ളൂ. എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ്, എൻ്റെ അമ്മ ഇത്രയൊക്കെ വാങ്ങിക്കണമെന്ന്. പക്ഷെ നമുക്ക് യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് വാങ്ങുന്നത്. എപ്പോഴും ഉടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ന്യൂ സാരീസ് വേണം. പോയിട്ട് വരട്ടെ. ബൈ, താങ്ക് യു. ഇനി ഓട്ടോ പിടിച്ചിട്ട് തിരിച്ചു. ഹാർട്ടാ വില കുറവാണോ? എന്ത് വില? നല്ല ഭംഗിയല്ലേ? ഇതൊരു ഡിസ്കൗണ്ട് ചെയ്യാനായിട്ടിരിക്കുന്ന ആർട്ട് സാരിയാണ്. ഇറ്റ്സ് എ വെരി നൈസ് സാരി, ബ്യൂട്ടിഫുൾ. ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആട്ടോ, സ്ട്രെച്ചബിൾ. ഈ ടൈപ്പ് ബ്ലൗസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് എല്ലാ കളേഴ്സും ഇപ്പോൾ ഉണ്ട് ഇവിടെ. ഇതെന്ത് വിലയുടെ സാരി? നല്ല ഭംഗിയുണ്ട്. അത്രേ ഉള്ളൂ? ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡിസ്കൗണ്ടോ? അല്ല, എത്ര? 200 കുറയോ? അപ്പോൾ 1200 സംതിങ് ആവുള്ളൂ. പക്ഷെ നല്ല സാരി കേട്ടോ. ഞാൻ ഇത് നേരത്തെ കണ്ടില്ല. പോട്ടെ, വേണ്ട. ഞാൻ കണ്ടിട്ടൊരു ഭംഗി കണ്ടു നിന്നാണ്. നല്ല രസമുണ്ട്. ഓക്കെ, വെള്ളം തന്നു. താങ്ക് യു. ഓക്കെ, അനദർ ബ്യൂട്ടിഫുൾ സാരി. ഇതെല്ലാം മാനിക്യൂർസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അന്ന് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെങ്ങനെ ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ. നൈസ് സാരി, നൈസ് ബ്ലൗസ് കോംബോ. ഇത് വില കൂടുതലാണോ? ഓക്കെ, 2000 ആ റേഞ്ചാണ് കേട്ടോ. വേണ്ട. അല്ലല്ല, വേണ്ട. വളരെ ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ നല്ല രസമുണ്ട്. ആ ഒരു ബ്ലൗസിൽ വെയ്റ്റ്ലെസ് നെറ്റ് ടൈപ്പ്. പാലത്തിൽ കൂടി കയറി ഇറങ്ങിയാൽ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തും. ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ജനറേറ്റർ എത്തിക്കഴിഞ്ഞു. ബാക്കി ഇത് കൈരളിയുടെ വാഹനം അവിടെ കിടക്കുന്നു. ഇവിടെ ഓക്കെ, വാഹനം വന്നു. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തി. അകത്ത് പോകാം. പുടുവിനെ ഒളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പുടു, ഞാൻ ഷൂട്ട് ചെയ്യാൻ കയറുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പുടുവിനെ ബൊട്ടീക്കിലേക്ക് അനു കൊണ്ടുപോകും ഇന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അവർക്ക്. ഓ യെസ്, പുടു ഈറ്റിംഗ്. What did you eat? Ammi, Pudu eating. Wow, what did you eat? Sit here. Sit with Amma. Come and sit. You ate what? Watermelon.
സെറ്റ് ചെയ്യാൻ ബേബി. അതായത് ഇനിയിപ്പോൾ റെഡി ആകട്ടെ, കുറച്ച് സമയമില്ല. ഓ അജി, ഹലോ മിസ്റ്റർ അജി. അജി ഇവിടെ ഒരു സിൻഡ്രലെ പോലെ വന്നതെല്ലാം ക്ലിയർ ചെയ്ത്, നമ്മൾ ക്ലിയർ ചെയ്തിട്ടിരുന്നു എങ്കിലും ഇതൊക്കെ ഫിക്സിങ് ഒക്കെ അജിയാണ് ചെയ്യുന്നത്. ഓ ബുഡോ ഷൂട്ടിങ്, അമ്മമ്മ ഷൂട്ടിങ്. നമ്മുടെ അടുക്കള മൊത്തത്തിൽ വേറൊരു ട്രാൻസ്ഫോംഡ് ആകും, വേറൊരു സ്റ്റൈലിലേക്ക്. ബുഡോ ഷൂട്ടിങ്, അമ്മമ്മ ഷൂട്ടിങ്. ഓക്കെ, ബുഡോ ഓൾസോ ഷൂട്ടിങ്. ഇങ്ങോട്ട് ചക്കരെ. അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ജിങ്കിപ്പിക്ക്. ഇതൊക്കെ കണക്ട് ചെയ്യണം, കുറേ ജോലിയുണ്ട്. എല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ജനൽ വഴിയൊക്കെയാണ് കണക്ഷൻസ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഷൂട്ടുണ്ടെന്ന് പറയും, ഭയങ്കര ബഹളം. അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കാനാണ് ഇഷ്ടം, പക്ഷേ നടക്കില്ലല്ലോ, അതുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റെഡി ആകട്ടെ. ഇവിടെ നിൽക്കുന്ന നോക്കും. ആഹാ, അപ്പോൾ ഇതിനിടയിൽ വേറെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലിരുന്ന് ഇങ്ങനെ കളിക്കുന്ന ഭയങ്കര സന്തോഷം. മാമ, അങ്കിൾസ്. ഓ ഇവിടെ ഇരിക്കുകയാണോ? കുഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോവാണോ? ഷൂട്ടിങ്, സിറ്റിംഗ് ദർ. ഓക്കെ, ദുബായ്. ഓയ്യോ, ബൊട്ടീക്ക്. അമ്മയോട് ചോദിച്ചാൽ ബൊട്ടീക്ക്. അമ്മാമ്മ എവിടെ ചോദിക്കും? ഷൂട്ടിങ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ. എന്നെ ഇപ്പം മേക്കപ്പ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. പൊടു ഭയങ്കര ബഹളമാണ്. ഞാൻ അറിയാം എവിടെയെങ്കിലും പോവുകയാണെന്നൊക്കെ വിചാരിക്കും. ഞാനിപ്പോൾ ഏകദേശമൊക്കെ ആയി. ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് സമ്മതിക്കാത്ത അവസ്ഥയായി. ഇതൊക്കെ കരഞ്ഞോണ്ട് നടക്കാണ്. അമ്മ ഇതിന് കൂടെയാണ്. ഓയോ ചക്കര, എന്ത് വെയിലാ പുറത്ത്. എൻ്റെ ഓ കൊള്ളുന്ന വെയിലെന്നൊക്കെ പറയില്ലേ, ഇതന്നെ. സോ ഹോട്ട്. ഞാൻ ഇവിടെ റെഡിയായി വന്നു. കൂടെ ഇവിടെ തന്നെ ഉണ്ട്. കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. കൂടെ ഹായ്. അവൻ പറയുന്നത് ഷൂട്ടിങ് ലൈറ്റ്സ് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അവനെ ഷൂട്ട് ചെയ്യണം. യെസ്, എല്ലാവരും തുടങ്ങാൻ പോണേ ഉള്ളൂ. വെയിറ്റ്. ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അതെ. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത് വെളിച്ചെണ്ണയിലും ആകാം, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, അതൊരു ഡോ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്ന് മാജിക് അവൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് ഐറ്റം. ദിസ് ഈസ് വെർമിസലി ഫ്രിറ്റേഴ്സ്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് ജസ്റ്റ് കഴിഞ്ഞു. ഈ സമ്മർ ടൈമിലേ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര സ്ട്രെയിനാണ്. അത്രയ്ക്ക് നമ്മൾ വേർക്കും. ഈ മേക്കപ്പ് എല്ലാം ഇട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. എപ്പിസോഡ് കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്തു. ഇന്നിപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്, എല്ലാവർക്കും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വന്നു, എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞത് കൈതമുക്കിൽ നിന്നുള്ള വിറകടുപ്പിലുണ്ടാക്കുന്ന കടകളെ ഇപ്പോൾ ഉള്ളൂ. അത് ദേവി എന്ന് പറഞ്ഞൊരു കടയുണ്ട് കൈതമുക്കിലെ, ശശി അണ്ണൻ്റെ കട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഇത് റസൂൽ പൂക്കുട്ടി വന്നിട്ടുള്ള കടയാണ്, അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് കടയാന്ന് പറയും. അവിടുത്തെ ചൂര ഫ്രൈ ഭയങ്കര സംഭവമാണ്. അവിടെ നിന്ന് കപ്പയും നോക്കിക്കോ, ഇലയിൽ പൊതിഞ്ഞ കപ്പ, പിന്നെ അതുപോലെ ചൂര ഫ്രൈ. ദാറ്റ് ഇസ് ദ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് അവിടുത്തെ. നല്ല ഫ്രഷ് ചൂര, നല്ല ചൂടായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കടയിൽ പോയി പിന്നെ നമ്മൾ പാഴ്സലായാലും കുഴപ്പമില്ല. ചൂരക്കറി, നല്ല അതും ഫ്രഷ്. ഓക്കെ, ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ വെക്കുന്നതാണ് കേട്ടോ. തേങ്ങ അരച്ച ട്രിവാൻഡ്രം കറിയാണ്. വലിയ പീസാണ്, നോക്കൂ. ഇതും ചൂര തന്നെയാണ്. സോ ബിഗ്, അത്രയും വലിയ പീസ് ഞാൻ മുറിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കഴിക്കാം. നല്ല വെന്തുടഞ്ഞ കപ്പയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഇത് മാത്രം കഴിക്കാൻ വരുന്നവരുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട്, ഇതുകൊണ്ട് ചോറിൻ്റെ കൂടെ അവർ കപ്പ കൊടുക്കും. അതിൻ്റെ കൂടെ എക്സ്ട്രാ മേടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. നിറയെ ചാറെല്ലാം ഒഴിച്ച പിന്നെ ഒരു ഫ്രൈയും കൂടി എടുത്തിട്ട്, ഫ്രൈ വിത്ത് അതിൻ്റെ പൊടിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ,
ഇത് നല്ല ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് ആയിരിക്കും, മീനും എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ചൂര ഫാൻസ് പോകേണ്ട കടയാണ്. നമ്മൾ ഓൾറെഡി ഞാൻ പണ്ട് പോയി നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടൽ. സോ ദിസ് ഇസ് മൈ ലഞ്ച്. ഒന്ന് ചോറ് കഴിക്കുന്നില്ല, കപ്പയും മീനും. ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഇനി പോയിട്ട് സാരിയെല്ലാം മാറിയിട്ട് വരും സെക്കൻഡ് എപ്പിസോഡ്. ഷാജി കഴിച്ചില്ലല്ലോ, അപ്പോൾ ഷാജിയും കൂടെ കഴിക്കും. ഷാറിയ കുഴപ്പമില്ല, ഇത് ബോയിച്ചേട്ടൻ്റെ സ്പെഷ്യൽ പാത്രമാണ്. ബോയിച്ചേട്ടൻ ഇതിലാണ് ചോറ് കഴിക്കുന്നത്. അതായത് അതെ 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 പാത്രം. അതെ മീൻ. ഷാജി വലിയ ചിക്കൻ പ്രേമിയാണ്. ചിക്കനാണ് കൂടുതൽ ഇഷ്ടമല്ലേ ഷാജി? ചിക്കൻ സ്പെഷ്യൽ. ബാക്കിയെല്ലാവരും മീൻ കഴിക്കാന്നല്ല, ഞാൻ കഴിക്കാത്ത ഭക്ഷണമില്ല. 28 കൊല്ലം കൊണ്ട് എല്ലാ ടൈപ്പ് ഭക്ഷണം കഴിക്കും. മാജിക് പോലെ സ്ഥിരം സാന്നിധ്യമാണ്. നമ്മളുണ്ടാക്കുന്ന എല്ലാം കഴിക്കും. ഷാജി ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിക്കുന്ന ആളാണ്. എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷനാണ്. എൻ്റെ ഇളയ സഹോദരനായിട്ടേ വരുള്ളൂ. ഇളയതാണ്. ഞാൻ എല്ലാവരുടെയും മൂത്ത ചേച്ചിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. എന്നിട്ട് അവരെല്ലാം ഊണ് കഴിച്ചു അല്ലേ? അവരെല്ലാം മീൽസ് ആണ് കഴിച്ചത്. എല്ലാവർക്കും നേരത്തെ പറഞ്ഞാലേ കിട്ടുള്ളൂ, പല ഹോട്ടൽസും അവധിയല്ലേ, അത് കാരണം. ഓക്കെ ബൈ. ഫ്രൈയും കൂടെ ഓക്കെ. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഡ്രസ്സ് മാറി നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യും. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ശരിക്കും നമുക്ക് കൊതി വരും കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമോ. സത്യമാണ്, നല്ല മീൻകറിയും കപ്പയും, ടു ഗുഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂമിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞു. ഓ ഇതിങ്ങനെ ഏത് സൈഡിലേക്ക് വെച്ചാലാണ് കറക്റ്റ് ലൈറ്റ് കിട്ടുന്നത് എനിക്കറിയില്ല. ഈ റൂം മുഴുവൻ ലൈറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് സർബത്തുകൾ ഉണ്ടാക്കാൻ പോകണം. ഒരു വാട്ടർമെലൻ സർബത്ത്, പിന്നെന്താ കരിക്ക് സർബത്ത്, കുറച്ച് സർബത്ത്. അതാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഇതിൽ ആദ്യം കരിക്ക് സർബത്തിന് വാങ്ങിച്ചുകൊണ്ട് വന്ന കരിക്കെല്ലാം തേങ്ങ പോലെ ഇരുന്നു. അത് തേങ്ങയുടെ ജസ്റ്റ് മുന്നത്തെ സ്റ്റേജ്, അപ്പോൾ അരയ്ക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും മേടിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കരിക്കിൻ്റെ വെള്ളം, അതിപ്പോൾ ഞാൻ 2 ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ കയറ്റി. 2 ബോട്ടിൽ നിറച്ച് കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ കുടിക്കാം. ഓക്കെ, ഇത്രയും കിട്ടി. രണ്ടാമത് വന്ന കരിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. യെസ്, ഇനി ഇത് അരച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. ഷേക്ക്, കുറച്ച് ഗ്രേപ്സ് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നു. കരിക്കും ഗ്രേപ്സും കൂടി ചേർന്നൊരു ഷേക്കാണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. ഇഷ്ടംപോലെ കരിക്കും വെള്ളമുണ്ട്, അടിപൊളി. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കട്ടെ. ഇടയ്ക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് നേരം ബുട്ടീക്കിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആള് തിരിച്ചു. 1 മണി ചൂടാണ്. കയ്യിൽ വെച്ചു. അയ്യോ അത് ചൂടാണേ. ഓക്കെ ആണോ? വലിയ പ്രശ്നമില്ലാതെ പോയി കേട്ടോ. മതി. ഓക്കെ, ഇനി സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നു. കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുടുംബമുള്ള സ്ഥലമുണ്ട്. സമ്മർ ഡ്രിങ്ക്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കരിക്ക് ഡേറ്റ്സ് ഷേക്ക്. അങ്ങനെ നമ്മുടെ സമ്മർ ഡ്രിങ്ക്സിൻ്റെ ഒരു നിര തന്നെ ഞാനിവിടെ നിർത്തി കഴിഞ്ഞു. അപ്പോൾ സമ്മറിനെ നമ്മൾ വരവേൽക്കുന്നു വിത്ത് ഓൾ ദീസ് സമ്മർ ഡ്രിങ്ക്സ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. എല്ലാവരും പാക്കിംഗ് വർക്കാണ് നടക്കുന്നത്. ഹണി ഇസ് സൂപ്പർവൈസിങ് പ്രൊഡ്യൂസർ ഓഫ് ദ പ്രോഗ്രാമാണ്. അപ്പോൾ ഹണിക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇത് ലൈറ്റെല്ലാം പോയി കഴിഞ്ഞു. ഇനി ക്യാമറ എല്ലാം എടുത്തിട്ട് വാഹനം വന്നോ? വന്നായിരുന്നു. വണ്ടി വന്നോ? കേരളയിൽ നിന്ന് വന്നിട്ടില്ല. വരുമ്പോൾ അതിനകത്തേക്ക് കയറ്റും. എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഈ റെസിപ്പിയുടെ വോയിസ് ഓവർ വേണമല്ലോ. വോയിസ് ഓവർ എന്ന് പറയുമ്പോൾ ഇൻഗ്രീഡിയൻസ് പറയേണ്ട ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോയിൽ.
ആദ്യം പറയുമല്ലോ ഇങ്ങനെ. അപ്പോൾ അത് രണ്ടാമതാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇച്ചിരി റഫായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിലേക്ക് എഴുതിയിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ അതുകൊണ്ട് മൈക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ അതും കൂടി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആകും. ഓക്കെ, ഇന്ന് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനിന്ന് രാത്രി 12 മണിക്ക് കൊല്ലത്തൊരു സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. അതൊരു വേറൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അവരെല്ലാം പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായി. അവർ ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് കേരളീയുടെ വാഹനം വരും, അതിൽ കയറി പോകും. അപ്പോൾ എൻ്റെ പരിപാടി ഞാൻ പറയട്ടെ. ഞാൻ ഇനി കൊല്ലം വരെ പോവാണ്, കൊറ്റൻകുളങ്ങര ക്ഷേത്രം വരെ. കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് മറ്റേ അവിടെ വിശേഷപ്പെട്ട ഉത്സവമാണ് ഇന്നലെയും ഇന്നുമായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി അത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞാൽ അവിടെ സജീവമാകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 9 മണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറിനോടും ക്യാമറ പേഴ്സണോടും ഒക്കെ 9 o'clock എത്തണം പറഞ്ഞു. പക്ഷേ എനിക്കിനി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ പോകുന്നു. ഒന്നും അല്ല, അവിടെ അത്രയും സൗന്ദര്യമുള്ള ആൾക്കാരാണ് വരാൻ പോണത്. നമ്മളൊന്നും ഒരുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിയാം. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, ജനറേറ്റർ കൊണ്ടുവരാറുണ്ട് എല്ലാ ഷൂട്ടിൻ്റെ സമയത്തും. ഓക്കെ, അതിൻ്റെ ഫങ്ഷനിങ് കഴിഞ്ഞു. അപ്പോൾ AC-യും ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ആ സമയത്ത് ജനറേറ്ററിലാണ്. വാഹനം വന്നു കഴിഞ്ഞു. ഇനി അവരെല്ലാം അകത്ത് കയറ്റും. ഇത് വയേഴ്സൊക്കെ ഇട്ട് ജനറേറ്ററിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് വീട്ടിലെല്ലാ സ്വിച്ച് ബോർഡ്സും. ആക്ച്വലി പുടുമോൾ ഇവിടെ ഇടയ്ക്ക് വന്നു, പൊട്ടിക്കുന്നതിന് കൊണ്ടുവന്നു. അത് തുടക്കത്തിലുണ്ടായത് ഇടയ്ക്ക് വന്നു, പിന്നെ എനിക്കൊരു 1 മണിക്കൂറും കൂടെ വേണമായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ. ആ സമയത്ത് കൂടെ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഭയങ്കര പാടാണ്. അനു ഇപ്പോൾ അവനെ കൊണ്ട് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ടൊരു ചെറിയ ഔട്ടിങ്ങിന് പോയിരിക്കുക. തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത യാത്രയ്ക്കുള്ള വേഷമൊക്കെ മാറി റെഡി ആയിരിക്കാൻ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇത് ചെറിയ ഇന്നത്തെ ടുഡേയ്സ് മൈ ഡേ ആണ്. ഇന്ന് ബിസി ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, ഒരു ഷൂട്ടിംഗ് ഡേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഉറക്കമില്ല എനിക്ക് കേട്ടോ. ഞാൻ നല്ല ടയർഡാണ്. എങ്കിലും നമ്മളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, നമുക്കിനി അടുത്തത് കൂടി എടുക്കണം, കാണണം, പോകണം, പ്രാർത്ഥിക്കണം, ആ ഒരു ആവേശത്തിൽ പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് ഇപ്പോൾ വാച്ചിങ് ലക്ഷ്മണ വ്ളോഗ്സ്.